ഇപ്പം ഞാൻ നിൽക്കുന്നത് വേടൻ പണ്ട് വാടകയ്ക്ക് താമസിച്ച വീടിൻ്റെ ഫ്രണ്ടിലാണ്. പണ്ട് എന്ന് പറയാനായിട്ട് വേടൻ ഇവിടുന്ന് മാറിയിട്ട് അധികം നാളൊന്നും ആയിട്ടില്ല. അപ്പോൾ ഈ വീട്ടിൽ ഒരുപാട് യൂട്യൂബേഴ്സ് ഇങ്ങനെ വന്ന് ആളുള്ളപ്പോഴും ഇല്ലാത്തപ്പോഴും ഒക്കെ വീഡിയോ എടുക്കണമെന്നും പറഞ്ഞ യൂട്യൂബേഴ്സിനെ ഇനി ഇങ്ങോട്ട് കയറ്റൂല എന്നാണ് പറയണത്. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇത് വളരെ ആളില്ലാത്ത വീട്ടിൽ വന്ന് വീഡിയോ എടുത്ത് പോണത് വളരെ മോശമാണ്. അപ്പോൾ ഇവിടുത്തെ അമ്മ ഒരുപാട് ഇങ്ങനെ പറയുന്നുണ്ട് യൂട്യൂബേഴ്സിനെ കൊണ്ട് ഞങ്ങൾക്ക് തലയ്ക്ക് തൊഴിരൂല, അങ്ങനെയാണ് ഇങ്ങനെയാണ്. വേടൻ്റെ പഴയ വീഡിയോ ഇട്ടിട്ടുള്ള യൂട്യൂബേഴ്സ് ശ്രദ്ധിക്കുക. ഇങ്ങനെ ആളില്ലാത്ത വീട്ടിൽ കയറിയിട്ട് വീഡിയോ ഇടുന്നത് വളരെ മോശമാണ്. വീട്ടിൽ ആളില്ലാത്തപ്പോഴാണ് നിങ്ങൾ ഇതൊക്കെ ചെയ്യുന്നതെന്നും പറഞ്ഞ് നിങ്ങൾക്കെതിരെ ഭയങ്കര പരാതിയുണ്ട്. അതുകൊണ്ട് ഇനി ആരും ഇങ്ങോട്ട് വരാൻ നിൽക്കണ്ട കേട്ടോ. കാരണം ഈ വീട്ടിൽ ചിലപ്പോൾ ആളില്ലാത്ത ഇപ്പോഴാണ് വീഡിയോ ഒക്കെ എടുത്തിട്ട് പോണേന്നും പറഞ്ഞ് പരാതി പറയുന്നുണ്ട്. അല്ല, എനിക്ക് കിരൺ ദാസ് എന്ന് പറഞ്ഞാൽ എനിക്കറിയുള്ളൂ. അതിനെ പറ്റി ആ കുട്ടീനെ അറിയില്ലേ? അമ്മയാണോ ഈ വീടിന്റെ ഓണർ? ഞാനാ, എന്റെ പേരിലെ വീട് കിടക്കും. അപ്പൊ എത്ര നാളായി വേടൻ ഇവിടുന്ന് മാറിയിട്ട്? നവംബറിൽ പോയി. ഈ 2024 നവംബറിൽ പോയി. ഓക്കെ. അപ്പൊ എത്ര നാൾ ഇവിടെ താമസിച്ചു വാടകയ്ക്ക്? 7 കൊല്ലം. 7 കൊല്ലം. 7 കൊല്ലം അവർ തന്നെയായിരുന്നു താമസിക്കാൻ. ഞാൻ ഇപ്പൊ ഒരു 2 കൊല്ലമായിട്ടുള്ള ആ കുട്ടീനെ കണ്ടു തുടങ്ങിയിട്ട്. 2 കൊല്ലം ഞാൻ ഇങ്ങോട്ട് വരാറൊന്നുമില്ല. എനിക്ക് അവര് പൈസ അയച്ച് ബാങ്കിലേക്ക് ഇട്ട് തരും. എനിക്ക് അവരെ അച്ഛനെയും ചേട്ടനെയും മാത്രമേ അറിയുള്ളൂ. ഞാൻ ഇങ്ങോട്ട് വരൂല്ല. വാടക അവര് കൃത്യമായിട്ട് അവിടെ കൊണ്ടു തന്നോർന്നു. പിന്നെ എനിക്ക് ഇങ്ങോട്ട് വരേണ്ട ആവശ്യമില്ലല്ലോ. പിന്നെ അവര് ഒഴിയണം എന്ന് പറഞ്ഞാൽ ഞാൻ PND ക്വാർട്ടേഴ്സിലെ താമസിച്ചോണ്ട BSNLന്റെ. അപ്പൊ അവിടെ എന്ന് വെച്ചാൽ വാടകയൊക്കെ കൂടി പോവാന്നുള്ള ഐഡിയ വന്നപ്പോ ഞാൻ അവരെ വന്നിട്ട് പറഞ്ഞു അവരോട് മാറി തരണം. അവര് പിന്നെയും ചോദിച്ചോർന്നു എന്നോട് ഒരു 2 കൊല്ലം കൂടി തരുമോന്ന്. അപ്പൊ എനിക്ക് താമസിക്കണ്ടേ. ഇപ്പൊ ഈ ഇവിടെ പുതിയ വീടെന്ന് പറയാ, അത് സ്വന്തം വീടാണോ? അല്ലല്ല, വാടകയ്ക്ക്. അത് അവര് അച്ഛനോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു, വാടകയ്ക്കാണ് മോളെ താമസിക്കണത്, 15,000 രൂപയാണ് വാടക എന്നൊക്കെ എന്നോട് പറഞ്ഞിട്ടുണ്ട്. ആ വീട് ഞാൻ കണ്ടിട്ടുണ്ട്, നല്ല വലിയ വീടാണ്. അത് ഇവിടുന്ന് പോയിട്ട് എടുത്തതാണ്. പിന്നെ എന്തെങ്കിലും ഒരു ഓർമ്മകള് ഓർമ്മകളെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ പറഞ്ഞില്ലേ, ഞാൻ മോനെ കണ്ടിട്ട് ഏകദേശം 2 കൊല്ലമായിട്ടുള്ളൂ. അതെന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവന്റെ ചേട്ടനാണ് എനിക്ക് വാടക തന്നോർന്നത്. കുറച്ചൊക്കെ നാളായിട്ട് ആ കുട്ടിയുടെ കല്യാണം കഴിഞ്ഞ പിന്നെ വാടക കമ്മിയായി. അതെന്താന്ന് എനിക്കറിയില്ല. അപ്പൊ പിന്നെ വാടക ഒരു 10-22,000 രൂപയോളം വാടകയായി. ഇപ്പോഴാണ് ഞാൻ ഇങ്ങോട്ട് വന്നത്. പെൻഡിങ്ങിലായി. ഇപ്പോഴാണ് ഞാൻ ഇവിടെ വന്നത്. എനിക്ക് വാടകയുടെ അങ്ങനെയാണ് ഞാൻ ഈ മോനെ കാണുന്നത്. വേടനൊപ്പം ഉള്ളത് ചേട്ടനാണോ? ചേട്ടൻ മൂത്ത ചേട്ടൻ. വേടൻ രണ്ടാമത്തത്. പിന്നെ പെങ്ങളാണ്. പെങ്ങളൂട്ടിനെ ഞാൻ ഒരു തവണ 2 തവണ അങ്ങോട്ട് കണ്ടിട്ടുള്ളൂ. വാടക മേടിക്കാൻ വരുമ്പോ ആ കുട്ടി തന്നെ പറഞ്ഞു, ചേച്ചി ഞാൻ അമ്മ വാടക ഞാൻ അടക്കിന് അയച്ചു തരുന്നില്ല, അമ്മ ഇവിടെ വന്ന് വാടക മേടിച്ചു പോവാനാ പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ വാടക മേടിക്കാൻ പോയിട്ട് അങ്ങനെ ഈ കുട്ടീനെ 2 കൊല്ലം തന്നെ ആയിട്ട്. അപ്പൊ വേടന്റെ ഇപ്പം ഇങ്ങനെ കേസും കാര്യങ്ങളും ഒക്കെ ആയി കഴിഞ്ഞപ്പോ കുറെ യൂട്യൂബേഴ്സ് വന്നിട്ട് അറിയാതെ വീട്ടിൽ ആളില്ലാത്തപ്പോ വീഡിയോ എടുത്ത് പോകുന്നുണ്ടെന്നൊക്കെ ഇങ്ങനെ കേട്ടായിരുന്നു. അപ്പൊ അമ്മയ്ക്ക് എന്താണ് പറഞ്ഞു, ഈ കേസ് വരണേക്കാളും മുപ്പാടെ ഇവിടെ ചാനലുകാർ വന്നോർന്നു. അപ്പൊ ഞാൻ ആ കുട്ടീനെ വിളിച്ചു, വേടെന്ന് പറയാൻ പറ്റില്ല എന്റെ മോനെ. ഞാൻ മോനെ വിളിച്ചിട്ട് പറഞ്ഞു, ഇവിടെ അങ്ങനെ ആളുകൾ ഇത് എടുക്കാൻ വരില്ല കുഞ്ഞുമോനെ, എന്താ ഇതൊന്നും ചേച്ചി പറഞ്ഞു. ചേച്ചി ഞാൻ ഒരാളെയും ഇങ്ങോട്ട് കയറ്റണ്ട, ഒരു വീഡിയോയും എടുക്കണ്ടാട്ടാ, ചേച്ചി സമ്മതിക്കണ്ടെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതെ. പിന്നെ വേടന്റെ ഈ അപകടം വരുന്നേക്കാളും മുപ്പാടി 2 കൂട്ടർ വന്നിട്ട് ഞാൻ അവരോട് പറഞ്ഞത് എടുക്കാൻ പാടില്ല, നിങ്ങൾ എടുക്കണ്ട പറഞ്ഞു. അപ്പൊ ഇനി ഈ വീഡിയോ ഒക്കെ കണ്ടിട്ട് ഇനിയും യൂട്യൂബേഴ്സ് ചിലപ്പം വീഡിയോ എടുക്കാൻ വരും. അവരോടൊക്കെ അമ്മയ്ക്ക് എന്താ പറയാനുള്ളത്? എനിക്ക് പറയാനുള്ളത്, ആ കുട്ടി നല്ല കുട്ടിയാണ്, നല്ല ഒരു ഇതിൽ പോണു. പക്ഷെ അങ്ങനെ വീഡിയോ എടുത്ത് വീഡിയോ എടുക്കാനായിട്ട് ഇനി യൂട്യൂബേഴ്സ് ഇങ്ങോട്ട് വരണ്ട. താല്പര്യമില്ല എന്ന് വെച്ചാൽ ചേട്ടന് തീരെ താല്പര്യമില്ല. അങ്ങനെ ഒരു ഇതാ മൈൻഡുള്ള ആളാ. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്. ഇതിപ്പോ ചേട്ടനെ ധിക്കരിച്ചിട്ടാണ് എനിക്ക് വൈറ്റ് തുറന്ന് ഇവിടെ വീഡിയോ ഒക്കെ എടുത്ത് ഒക്കെ പോയതേ. അപ്പോഴാണ് ആ വീട്ടിലത്തെ ചേച്ചി പറഞ്ഞത്, ഇങ്ങനെ 1 കൊല്ലമായിട്ടുള്ളൂ അവര് ഇവിടെ താമസിച്ചു എന്നൊക്കെ പറഞ്ഞിട്ടേ. 1 കൊല്ലമല്ല, 8 കൊല്ലം 8 കൊല്ലം ആവാറായി. 8ാമത്തെ കൊല്ലാണ് അവര് പോയത്.
പിന്നെ അതിൻ്റെ ഇടയിൽ ഇവിടെ ഒരച്ഛന് വയ്യാണ്ട് വന്നു. ആ പെട്ടെന്ന് ഹാർട്ടിന് എന്തോ കംപ്ലൈൻറ്റ് ആയിട്ട് കോപ്പറേറ്റിൽ കുറച്ച് നാൾ കിടക്കണ്ട വന്നു, ഓപ്പറേഷനൊക്കെ ആയിട്ട്. അങ്ങനെ അറിയുള്ളൂ. എനിക്ക് അതിന് അവരെ വ്യക്തമായിട്ടൊന്നും അറിയില്ല. ഞാൻ ഇങ്ങോട്ട് കോണ്ടാക്ട് ഇല്ലേ, ഇല്ല. വാടക എത്തിക്കുന്ന കാരണം പിന്നെ തരണ്ട്. പിന്നെ ഞാൻ അങ്ങോട്ട് വരേണ്ട ആവശ്യമൊന്നും ഇല്ല. അത് കാരണം ഞാൻ വരാറില്ല. അവർക്കറിയാം ഞാൻ അങ്ങോട്ട് ചെല്ലില്ല എന്ന്. വന്നു കഴിഞ്ഞാൽ ആള് അകത്തേക്ക് കയറ്റിയിട്ട് ചായയൊക്കെ ഉണ്ടാക്കി വന്നിട്ടാ പോളോ, എല്ലാം തരും. വന്നു കഴിഞ്ഞാ അമ്മ ഇരിക്കും അമ്മ ഇരിക്കുന്നു പറഞ്ഞിട്ട് കയറി ഇരിക്കും. നല്ല സ്നേഹമുള്ള കുട്ടിയായിരുന്നു. ചേട്ടനേക്കാൾ ഇഷ്ടമായിരിക്കും എൻ്റെ മോനെ. വേടൻ്റെ വീട് കണ്ടു, തിരിച്ചു പോരാണ്. അപ്പോൾ യൂട്യൂബേഴ്സിനെ കുറിച്ചിട്ട് നല്ല പരാതിയുണ്ട്. കാരണം ആളില്ലാത്ത വീട്ടിൽ വന്നുകൊണ്ട് വീഡിയോ എടുത്തിട്ട് പ്രചരിപ്പിക്കുക എന്ന് പറയുമ്പോൾ അതൊക്കെ കണ്ടിട്ട് ഒരുപാട് പേര് വേടൻ്റെ വീട് കാണാനാണെന്നും പറഞ്ഞ് വരുന്നുണ്ട്. അതിനവർക്ക് ഒരു കുഴപ്പമില്ല, വീട് കണ്ടോട്ടെ പോയിക്കോട്ടെ. പക്ഷെ വീഡിയോ എടുത്ത് പ്രചരിപ്പിക്കാനായിട്ട് ആളില്ലാത്തപ്പോൾ അടച്ചിട്ട വീടിൻ്റെ ഗേറ്റ് തുറന്ന് ആ മുറ്റത്ത് കയറി അവിടെയൊക്കെ വീഡിയോ എടുത്തതിനെ പറ്റിയിട്ട് അവർക്ക് പരാതിയുണ്ട്. ഇനി മേലാൽ ഈ വേടൻ്റെ വാടകയ്ക്ക് താമസിച്ചിട്ടുള്ള വീട് കാണാനാണ്, അല്ലെങ്കിൽ വീട് കാണാൻ വന്നതിന് കുഴപ്പമില്ല, പക്ഷെ വീഡിയോ എടുത്ത് യൂട്യൂബിലിട്ട് പ്രചരിപ്പിക്കാൻ വേണ്ടി ആരും അങ്ങോട്ട് ചെല്ലണ്ടെന്ന് ആ അമ്മ കറക്റ്റായിട്ട് പറഞ്ഞിട്ടുണ്ട്. കേട്ടല്ലോ എല്ലാവരും.